ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ വീട്ടിൽ വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 2 ഈസി റെസിപ്പീസാണ് എന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഗ്രേവിയും കൂടെ ഉണ്ടാക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് റൈസ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2 കപ്പ് ബസ്മതി അരി നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ചോറ് വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളവും പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഊറ്റിയ പാട് തന്നെ ഒരു 95% ആയി കുക്കായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി റൈസ് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴും കൂടെ കുക്കാവുമല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തട്ടിലിങ്ങനെ വിരുത്തി ഇട്ട് കൊടുക്കുകയാണ്. 2 പാത്രത്തിലായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഊറ്റുന്ന കൊട്ടയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗം കുറച്ച് വേവ് കൂട്ടിയിട്ട് മേലെ ഭാഗം വേവ് കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പരന്ന് ഈ ഒരു പാത്രത്തിൽ ഇട്ടെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നേരത്തെ തന്നെ റൈസ് ഉണ്ടാക്കി എടുക്കുന്നിടത്ത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ടുള്ള അളവാട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എനിക്കെല്ലാം 1/2 കപ്പ് വീതം എടുക്കാം. വെജിറ്റബിൾസ് എല്ലാം എടുക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ സ്പ്രിംഗ് ഒനിയനും ഉണ്ട്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് വേവിച്ച ചിക്കനാണ്. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് കളർ പാർട്ടും അതുപോലെ പിന്നെ ഗ്രീൻ കളർ പാർട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത് നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കൻ ഗ്രേവി കൂടെ വേണ്ടിയിട്ടാണ് സ്പ്രിംഗ് ഒനിയൻ കുറച്ച് കൂടുതൽ എടുത്തത്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈഡ് റൈസിലോട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ 2 മുട്ട ഞാനിവിടെ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് ഇതൊന്ന് ഇങ്ങനെ ചിക്കി എടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ നോർമലായിട്ടാണ് കട്ട് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് നീളത്തിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ വെജിറ്റബിൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്കൊരു വലിയ പാത്രം എടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടും കൂടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാർലിക്കിൻ്റെ കളറ് മാറാനും നിൽക്കണ്ട. നല്ലൊരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നോർമലായിട്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന പോലെ ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് വെജിറ്റബിൾസ് ആണെങ്കിലും ഉള്ളിയൊക്കെ ആണെങ്കിലും നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒന്ന് റെഡി ആവും കേട്ടോ. ചൈനീസ് ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിലോട്ട് ഞാനൊരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അജിനോമോട്ടോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ മാഗി ക്യൂബ് നല്ലൊരു ഫ്ലേവർ ഇട്ടിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ബീൻസും ക്യാരറ്റും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ചെറിയൊരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ക്യാപ്സിക്കം പോലത്തെ വെജിറ്റബിൾസ് എല്ലാം കുറച്ച് ലാസ്റ്റ് ചേർത്താൽ മതി. ഇതെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കുക്കാവേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെക്കേണ്ടത്. തീ കുറച്ച് വെക്കരുത്, മാക്സിമം ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മിക്സിംഗ് ആണ് നല്ല പ്രധാനം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണ പോലത്തെ ആ ഒരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നാൽ ഞാൻ ഇതിലോട്ട് 1 കപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ച് അങ്ങനെ പിച്ചെടുത്ത കേട്ടോ. പിന്നെ ഇതിലോട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ മുട്ടയിലെല്ലാം ഉപ്പുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മാഗി ക്യൂബ് ഇട്ട് അതിലും ഉപ്പുണ്ട്. പിന്നെ ഈ ഒരു സോയാ സോസ് ചേർക്കുമ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പെല്ലാം നല്ല നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നിങ്ങൾക്ക് ചില്ലി സോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചില്ലി സോസ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് കളർ റൈസാണ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്താൽ മതി. പിന്നെ ഞാനൊരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട്, ആ ഒരു ചൈനീസ് ഡിഷിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മളിവിടെ കുരുമുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എരിവിനനുസരിച്ച് കൂടുതൽ എരിവൊന്നും വേണ്ടതിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയത്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പട്ടവും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനെഗർ ചേർക്കുമ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ അധികം കൂടി പോരുത്, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം. പിന്നെ റൈസ് വേവിക്കുമ്പോൾ ഒരു 5-6
മണിക്കൂർ മുമ്പ് തന്നെ വേവിച്ച് വെക്കുക കേട്ടോ. നന്നായിട്ട് തണുത്തിന് ശേഷം മാത്രമേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ കുത്തി ഇളക്കരുത്, പാൻ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓനിയനാണ് നമ്മളെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട്. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് എപ്പോൾ ആരും ഓർത്ത് കഴിഞ്ഞാലും ചില്ലി ചിക്കനാണ് മനസ്സിലോട്ട് വരിക അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില്ലി ചിക്കൻ്റെ ഒരു ഗ്രേവിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കൻ പീസാട്ടോ എടുത്തത്. എനിക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസ് വേണമെങ്കിൽ എടുക്കാം. എനിക്കൊന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നി എല്ലുള്ള പീസാട്ടോ. അപ്പോൾ അത് ഏകദേശം 1 കിലോ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും പിന്നെ വിനെഗർ 1/2 ടീസ്പൂണ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അതൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ സോയ സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ കുറച്ചും കൂടെ അധികം ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് അങ്ങനെ ചേർത്തത്. പിന്നെ മൈദ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ 4 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലോട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അധികം നേരം ഒന്നും വെക്കണ്ട. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കാൻ ഇടുമ്പോൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ കട്ട പിടിച്ചു പോവും. പിന്നെ അധികം ഫ്രൈ ആക്കി വരണം, ക്രിസ്പി ആയ പോലെ വരരുത് കേട്ടോ. അപ്പോൾ ഒന്ന് അതിനൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എല്ലാം ഓരോന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെയാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ വെളുത്തുള്ളി 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എനിക്ക് ഗ്രേവിക്കും വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചെല്ലാം കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവോള ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ റെഡും ഗ്രീനും ക്യാപ്സിക്കും കൂടെ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. സവോള എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആവാൻ നിൽക്കണ്ട. പിന്നെ ഇതെല്ലാം തന്നെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ റെഡ് ക്യാപ്സിക്കം ഇട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായി നല്ലൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതെല്ലാം തന്നെ മിക്സായി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി സോയ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ 1/4 ടീസ്പൂൺ എല്ലാം മതിയാവും. കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് ഈ ഒരു ചൈനീസ് ഡിഷ് എല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അജിനോമോട്ടോയും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു ആ ഒരു ഷുഗറൊക്കെ ഇടുമ്പോഴാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ച് ചേർക്കാം കേട്ടോ. അതിങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ ഞാൻ 2 ചേർക്കുന്നുള്ളൂ, കാരണം കുട്ടികളില്ലോണ്ട്. പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാൻ. സോയ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടത് കുറച്ച് ചൂടുവെള്ളം നിങ്ങളൊന്ന് തിളപ്പിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ കോൺഫ്ലവർ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കുക്കാവരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് നമ്മൾ ചില്ലി ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഫ്രൈഡ് റൈസ് ആണെങ്കിലും നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവിയാണ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ആയിട്ട് ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഓരോ വലിയേറെ കമൻറ്റുമാണ് അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ദയവ് വിചാരിച്ച് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.